Good morning, students. Welcome to the lecture of current electricity once again. നിങ്ങൾക്ക് എല്ലാവർക്കും കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ രണ്ട് സീരീസ് ആയിട്ടായിരുന്നു നമ്മൾ ഇതുവരെ കറണ്ട് ഇലക്ട്രിസിറ്റി പറഞ്ഞു വെച്ചത്. ഒന്നാമത്തെ സീരീസിൽ വളരെ ഫണ്ടമെന്റൽ ആയിട്ട് കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ഫണ്ടമെന്റൽസ് എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ഒരു 5-6 സെഷനായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രിക് കറണ്ട്, വോൾട്ടേജ്, ഇലക്ട്രിക് റെസിസ്റ്റൻസ്, ഇവർ മൂന്ന് പേരും തമ്മിലുള്ള റിലേഷനും വളരെ ഫണ്ടമെന്റൽ ആയിട്ട് ഒരു കൊച്ചുകുട്ടിക്ക്, നമ്മൾ ചെറിയൊരു ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾക്ക് എങ്ങനെ അത് മനസ്സിലാകാം എന്നുള്ള ഒരു കാര്യമൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇതൊരു നാച്ചുറൽ എക്സാമ്പിൾ വെച്ചിട്ടൊക്കെ നമ്മൾ അതിനേക്ക് ഒന്ന് എത്തുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. അപ്പൊ നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ചു വെച്ചിരിക്കുന്നത്, ഇപ്പൊ നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്, ഇലക്ട്രിക് കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ വളരെ ഫണ്ടമെന്റൽ ആയിട്ട് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ വേണ്ട 3 ടേമുകളെ കുറിച്ച് നമ്മൾ പഠിച്ച് ഇരിക്കുകയാണ്. നമ്മൾ ഒരു അല്പം കൂടെ ഡെപ്തിലേക്ക് ആ ചാപ്റ്ററിലേക്ക് കയറുമ്പോൾ നമ്മൾ പഠിക്കേണ്ടതായ 1-2 ടേമുകൾ കൂടിയുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ ടേമാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ടേം, അല്ലെങ്കിൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് റെസിസ്റ്റിവിറ്റി എന്ന് പറയും. സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയും. ക്ലിയർ ആണല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ടേമിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ലെക്ചറിലേക്ക് മൂവ് ചെയ്യാം. അപ്പൊ ലെക്ചറിലേക്ക് മൂവ് ചെയ്യുമ്പം കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ മറ്റൊരു സെഷനിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ആണ്. അപ്പം ശരിക്കും നമ്മൾ എന്തിനാണ് ഈ റെസിസ്റ്റൻസ് എന്നുള്ള ടേം പഠിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ എന്തിനാണ് റെസിസ്റ്റിവിറ്റി എന്നുള്ള ടേം പഠിക്കുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റിവിറ്റി, ഇതിനെല്ലാം ഉള്ള ഒരു ആൻസർ നമ്മൾ ഈ ഒരു സെഷൻ തീർന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടും. അങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റിയെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് വിത്തിൻ ദ കണ്ടക്ടർ ആൻഡ് ദ കറണ്ട് ഡെൻസിറ്റി. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എനി പോയിന്റ് വിത്തിൻ ദ കണ്ടക്ടർ ടു ദി കറണ്ട് ഡെൻസിറ്റി. നോക്കിയേ, ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ടു ദി കറണ്ട് ഡെൻസിറ്റി. ഇപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കുറിച്ചിടുക, ഇലക്ട്രിക് റെസിസ്റ്റൻസ് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്ന റോ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടായിരിക്കും. കോമൺ ആയിട്ടുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും ഡിനോട്ട് ചെയ്യുന്ന റോ ആയതുകൊണ്ട് ഞാനും ഇവിടെ റോ തന്നെ വെച്ച് ഡിനോട്ട് ചെയ്യുകയാണ്. സോ റോ ഈസ് ഈക്വൽ ടു ഇ ബൈ ജെ. കൃത്യമായിട്ട് മനസ്സിലോട്ട് ഓർത്തോണം. റോ ഈസ് ഈക്വൽ ടു ഇ ബൈ ജെ, ഇലക്ട്രിക് ഫീൽഡ് ഡിവൈഡഡ് ബൈ കറണ്ട് ഡെൻസിറ്റി. അതിനെയാണ് നമ്മൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ ഈ ജെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ഒരു ഫണ്ടമെന്റൽ എക്സ്പ്രഷൻ ആയിട്ട് ഇനി നിങ്ങളുടെ മനസ്സിലോട്ട് ഓർക്കേണ്ടതാണ്. ഇ ഈസ് ഈക്വൽ ടു റോ ജെ. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ജെ. റോ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഇൻറ്റു കറണ്ട് ഡെൻസിറ്റി. സ്പെസിഫിക് റെസിസ്റ്റൻസിനെയും കറണ്ട് ഡെൻസിറ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡിന് മറ്റൊരു റിലേഷൻ കൂടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതാണ് ഇപ്പോൾ പഠിക്കുന്നുണ്ട്. അതാണ് ഇ ഈസ് ഈക്വൽ ടു റോ ജെ എന്ന് പറയുന്ന ഈ ടേം. ഇനി അതിന്റെ ഒരു അല്പം കൂടി ഡെപ്തിലേക്ക് നമുക്ക് കടന്നു കഴിഞ്ഞാൽ റോ ഈസ് ഈക്വൽ ടു ഇ ബൈ ജെ. റോ ഈസ് ഈക്വൽ ടു ഇ ബൈ ജെ. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ആണ്. അതിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ആണ്, വി ബൈ എൽ. നമ്മൾ കഴിഞ്ഞ സെഷനിൽ കൂടി നമ്മൾ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. സോ ഇ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്, വി ബൈ എൽ എന്നുള്ള ഇക്വേഷൻ എടുത്തു. കറണ്ട് ഡെൻസിറ്റിയുടെ ഡെഫിനിഷൻ തന്നെ അത് കറണ്ട് പെർ യൂണിറ്റ് ഏരിയ ആണ്, ഐ ബൈ എ ആണ്. കറണ്ട് ബൈ ഏരിയ ആണ്. സോ കറണ്ട് ഡെൻസിറ്റി ഐ ബൈ എ എന്നും ഞാൻ ഇട്ടു. നമുക്ക് നോക്കിയാൽ അറിയാം ഇതിന്റെ ന്യൂമറേറ്ററിലുള്ള ടേമുകൾ വി ന്യൂമറേറ്റർ ആണ്. ഈ എ മേളിൽ ചെല്ലുമ്പോൾ അത് ന്യൂമറേറ്ററിലാവും. സോ വി ഇൻറ്റു എ ന്യൂമറേറ്ററിൽ വരും. ഡിനോമിനേറ്ററിൽ വരുന്നത് ഐയും ഇവിടുത്തെ ഡിനോമിനേറ്ററിൽ വരുന്ന എല്ലും ആയിരിക്കും, ഐ ഇൻറ്റു എൽ. അപ്പൊ ഞാൻ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. വി ബൈ ഐ ഇൻറ്റു എ ബൈ എൽ എന്ന് നമുക്ക് ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ദെൻ വി ബൈ ഐ എന്താണെന്ന് നമുക്കറിയാം. വി ബൈ ഐ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട്. ഓംസ് ലോ വെച്ചിട്ട് നമുക്കറിയാം അത് റെസിസ്റ്റൻസ് ആർ ആണ്. നമ്മൾ പറഞ്ഞു പഠിച്ചതായിരുന്നു വി ഈസ് ഈക്വൽ ടു ഐ ആർ. അതായിരുന്നു നമ്മുടെ ഓംസ് ലോ നമ്മൾ പഠിച്ചു നിർത്തിയത്. സോ വി ബൈ ഐ ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ആർ ആണ്. എ ബൈ എല്ലിനെ ഞാൻ അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ എനിക്ക് റെസിസ്റ്റിവിറ്റിക്ക് അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസിന് എനിക്കൊരു ഇക്വേഷൻ കിട്ടി. റോ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു എ ബൈ എൽ എന്നൊരു ഇക്വേഷൻ കിട്ടി. റെസിസ്റ്റിവിറ്റി റോ ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഇൻറ്റു എ ബൈ എൽ എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി. അതിൽ നിന്നും നമുക്ക് ആർ ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമുക്ക് എങ്ങനെ എഴുതാം? റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പുറത്തെ ഈ കിടക്കുന്ന ടേം ഇപ്പോ ഇക്വേഷൻ ലെഫ്റ്റ് സൈഡിലേക്ക് വരണം. സോ ഇവിടെ എല് ഡിനോമിനേറ്ററിലായതുകൊണ്ട് അത് അങ്ങോട്ടേക്ക് വരുമ്പോൾ ന്യൂമറേറ്റർ വരും. എ എന്ന് പറയുന്നത് ഇവിടെ ന്യൂമറേറ്ററിലായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഡിനോമിനേറ്റർ വരും. അപ്പം റോ എൽ ബൈ എ എന്ന് കിട്ടും. റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും.
കഴിഞ്ഞ ദിവസ സെഷനിൽ തന്നെ ഞാൻ പറഞ്ഞു നിർത്തിയായിരുന്നു. റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റർ പറഞ്ഞപ്പം ഞാൻ നിങ്ങളോട് നമ്മുടെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ കിട്ടിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു ലെങ്തുമായിട്ട് അതിന് വരുന്ന റിലേഷൻ എങ്ങനെയായിരുന്നു? ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരുന്നു. ഒരു കണ്ടക്ടറിന്റെ ലെങ്ത് കൂടും തോറും അതിന്റെ റെസിസ്റ്റൻസ് കൂടും എന്നുള്ള കാര്യം ഓർത്തോണം. കൃത്യമായിട്ട് മനസ്സിലോട്ട് കയറ്റുക. ഒരു കണ്ടക്ടറിന്റെ ലെങ്ത് കൂടും തോറും അതിന്റെ റെസിസ്റ്റൻസ് കൂടും. അതുപോലെ തന്നെ ഏരിയയുമായിട്ട് അതിന് ഇൻവേഴ്സ്ലി കണക്റ്റഡ് ആണ് വന്നിരിക്കുന്നത്. സോ ഒരു കണ്ടക്ടറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുമ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് കുറയത്തേ ഉള്ളൂ. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞായിരുന്നു. ഒരു കണ്ടക്ടറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുമ്പോൾ അതിന് കൂടുതൽ ചാർജുകൾക്ക് പാരലായിട്ട് അതിന് ആ ഏരിയയ്ക്കകത്തൂടെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിയുമ്പം, ഒരു ബാറ്ററി അപ്ലൈ ചെയ്ത് കഴിയുമ്പം അതിന്റെ ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ആ ചാർജുകൾക്ക് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം കൂടുന്നത് കൊണ്ട് ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുമ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് കറണ്ട് കണ്ടക്ഷനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒപ്പോസിഷൻ കുറയും എന്നുള്ള കാര്യം ഓർത്തണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അതേ റിലേഷൻ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ എന്നുള്ള ഇക്വേഷനിലേക്ക് തന്നെ നമ്മൾ എത്തി. സോ മനസ്സിലേക്ക് വളരെ കൃത്യമായിട്ട് കയറ്റിയിടുക, വളരെ കൃത്യമായിട്ട് കുറിച്ചിടുക. റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ, അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിയുടെ ടൈമിൽ പറഞ്ഞാൽ റോ ഈസ് ഈക്വൽ ടു ആർ എ ബൈ എൽ. റോ ഈസ് ഈക്വൽ ടു ആർ എ ബൈ എൽ. ഈ രണ്ട് ഇക്വേഷനും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. സോ ഫൈനലി നമ്മൾ എത്തി നിൽക്കുന്നത്, ഓർ വി ക്യാൻ റൈറ്റ് ആർ ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്നുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ എത്തി. ഇനി റെസിസ്റ്റിവിറ്റി ഇൻ ടേംസ് ഓഫ് മെറ്റീരിയൽസ് പാരാമീറ്റേഴ്സ്. നമുക്ക് ഈ റെസിസ്റ്റിവിറ്റിയെ തന്നെ റോ ഈസ് ഈക്വൽ ടു ആർ എ ബൈ എൽ എന്ന രീതി ഇക്വേഷൻ തന്നെ നമുക്ക് മെറ്റീരിയലിന്റെ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും. മെറ്റീരിയൽസിന്റെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതെന്താണെന്ന് നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. ഒന്നുമില്ല, നമ്മൾ മുമ്പ് ഓംസ് ലോയുടെ വേരിഫിക്കേഷൻ നടത്തിയപ്പം ഡെറിവേഷൻ ഓഫ് ഓംസ് ലോ എന്നുള്ള സെഷനിൽ, അല്ലെങ്കിൽ നമ്മുടെ അവസാനത്തെ സെഷനിൽ നമ്മൾ ആറിനുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എം എൽ ഡിവൈഡഡ് ബൈ എൻ ഇ സ്ക്വയർ ടോ എ എന്നുള്ള ഇക്വേഷനിലേക്ക് നമ്മൾ വന്നായിരുന്നു. ആരെങ്കിലും മറന്നുപോയെങ്കിൽ തൊട്ട് മുമ്പത്തെ ലെക്ചർ കണ്ടോണം. നമ്മുടെ ലെക്ചർ നമ്പർ 51 ആണ്, ഡെറിവേഷൻ ഓഫ് ഓംസ് ലോ എന്നുള്ളത്. അവിടെ നമ്മൾ ആറിന് ഇക്വേഷൻ നമ്മൾ എത്തിയായിരുന്നു. ആർ ഈസ് ഈക്വൽ ടു എം എൽ ഡിവൈഡഡ് ബൈ എൻ ഇ സ്ക്വയർ ടോ എ എന്നുള്ള ഇക്വേഷനിലേക്ക് എത്തിയായിരുന്നു. ആ ഇക്വേഷൻ നമ്മൾ നേരിട്ട് ഈ റോയുടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ വരും? റോ ഈസ് ഈക്വൽ ടു ആർ എ ബൈ എൽ എന്നായിരുന്നു. അപ്പൊ ആറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നോക്കിയേ, റോ ഈസ് ഈക്വൽ ടു ആറിന് ഈ ടൈം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, എം എൽ ഡിവൈഡഡ് ബൈ എൻ ഇ സ്ക്വയർ ടോ എ എന്നുള്ളത് കൊടുത്തു. ഇൻറ്റു എ ബൈ എൽ ഇതേ അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്, എ ബൈ എൽ. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ന്യൂമറേറ്ററിലെ എല്ലും ഡിനോമിനേറ്ററിലെ എല്ലും തമ്മിൽ ക്യാൻസൽ ആവും, ന്യൂമറേറ്ററിലെ എയും ഡിനോമിനേറ്ററിലെ എയും തമ്മിൽ ക്യാൻസൽ ആവും. സോ ബാക്കി വരുന്ന ടേം ന്യൂമറേറ്ററിൽ എം മാത്രം സർവൈവ് ചെയ്യുന്നു. എം ഡിവൈഡഡ് ബൈ എൻ ഇ സ്ക്വയർ ടോ എന്ന് കിട്ടുന്നു. ഏതാണ്? റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ എൻ ഇ സ്ക്വയർ ടോ. നിങ്ങൾ ആ ടേമുകളെ ഒന്ന് ശ്രദ്ധിച്ചേ. റെസിസ്റ്റിവിറ്റിക്ക് നമുക്ക് കിട്ടിയത് എം ഡിവൈഡഡ് ബൈ എൻ ഇ സ്ക്വയർ ടോ. ഓർക്കുക, എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി ഇലക്ട്രോൺ, എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഡെൻസിറ്റി, ഫ്രീ ഇലക്ട്രോണുകളുടെ നമ്പർ ഡെൻസിറ്റി, ഈ ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ, ടോ എന്ന് പറയുന്നത് അതിന്റെ റിലാക്സേഷൻ ടൈം ആയിരുന്നു നമുക്ക് കിട്ടിയത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ വേരിയേഷൻ വരുന്ന ഒരു ടേം എന്ന് പറയുന്നത് n മാത്രമാണ്. ഫ്രീ ഇലക്ട്രോണിന്റെ നമ്പറിൽ മാറ്റം വരാം. എപ്പോഴാണ്? നമ്മൾ ഡിഫറെന്റ് മെറ്റീരിയൽസ് എടുക്കുമ്പോൾ. ഒരു മെറ്റീരിയൽ ഉള്ളത്രയും ഫ്രീ ഇലക്ട്രോൺസ് ആയിരിക്കത്തില്ല മറ്റൊരു കണ്ടക്ടർ എടുക്കുമ്പോൾ. വേറൊരു കണ്ടക്ടർ എടുക്കുമ്പോൾ അതിലുള്ളത്രയും ഫ്രീ ഇലക്ട്രോൺസ് ആയിരിക്കത്തില്ല. കണ്ടക്ടറുകൾ മാറുന്നതിനനുസരിച്ച് അതിന്റെ ഉള്ളിലുള്ള ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണത്തിൽ, നമ്പർ ഡെൻസിറ്റിയിൽ മാറ്റം വരും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, റോ എന്ന് പറയുന്ന ടേം ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റർ ഏതാണ്? നമ്പർ ഡെൻസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഓർക്കുക, നമ്പർ ഡെൻസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെയാണ്? ഓരോ മെറ്റീരിയലിനെയാണ്. ഓരോ മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ച് അതിനകത്തുള്ള നമ്പർ ഡെൻസിറ്റി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞാൽ നമുക്ക് പറയാം, സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ മെറ്റീരിയൽ, നിങ്ങൾ എടുക്കുന്ന കണ്ടക്ടർ ഏതാണോ ആ കണ്ടക്ടറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരു കണ്ടക്ടർ എടുത്താൽ അതിന് ഒരു സ്പെസിഫിക് റെസിസ്റ്റൻസേ കാണത്തുള്ളൂ. നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു, റെസിസ്റ്റൻസ് അങ്ങനെയാണോ? റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റർ ഏതൊക്കെയാ? മുമ്പ് നമ്മൾ പറഞ്ഞു കണ്ടോ? റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റർ ഏതൊക്കെയാ? ഒന്ന് റോ തന്നെ ഡിപ്പെൻഡ് ചെയ്യും. റോ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ റോ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒരു മെറ്റീരിയലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ശരിയാണല്ലോ? അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു മെറ്റീരിയലിന്റെ അകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ നോക്കിയേ, റെസിസ്റ്റൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഒരു മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ എടുക്കുന്ന മെറ്റീരിയൽ അനുസരിച്ച് റെസിസ്റ്റൻസ് മാറാം. അതുപോലെ തന്നെ ആ മെറ്റീരിയൽ നമ്മൾ എടുക്കുന്ന കണ്ടക്ടറിന്റെ ലെങ്തിനനുസരിച്ച് റെസിസ്റ്റൻസ് മാറാം. അതായത് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഒരു എടുക്കുന്ന മെറ്റീരിയലിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയയ്ക്ക് അനുസരിച്ച് റെസിസ്റ്റൻസ് മാറാം. അതായത് ക്രോസ് സെക്ഷണൽ ഏരിയ കൂടുതലാണ്, റെസിസ്റ്റൻസ് കുറവായിരിക്കും. അപ്പൊ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റർ ഒരു മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യും, അതിന്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും, അതിന്റെ ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ
റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരിൽ മാത്രമേ ഉള്ളൂ? ഒരു മെറ്റീരിയലിന്റെ ഉള്ളിലുള്ള ഫ്രീ ഇലക്ട്രോൺസിന്റെ എണ്ണത്തിനെയാണ്, അല്ലെങ്കിൽ നമ്പർ ഡെൻസിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ടേം ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ മെറ്റീരിയലിനെ മാത്രമായിരിക്കും. അപ്പൊ എന്തുകൊണ്ട്, ഞാൻ ചോദിച്ച ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് നമ്മൾ റെസിസ്റ്റൻസ് പഠിച്ചിട്ടും വീണ്ടും റെസിസ്റ്റിവിറ്റിയെ കുറിച്ച് പഠിക്കുന്നു? അതായത് ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു റെസിസ്റ്റിവിറ്റിയെ കാണത്തുള്ളൂ. പക്ഷെ ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു റെസിസ്റ്റൻസ് മാത്രമേ കാണത്തുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ആ എടുക്കുന്ന മെറ്റീരിയലിന്റെ ലെങ്തിനെ, അല്ലെങ്കിൽ ആ മെറ്റീരിയലിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയയെ ഒക്കെ, അതായത് ആ എടുക്കുന്ന പീസിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ മെറ്റീരിയലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മെറ്റീരിയലിനെ കുറിച്ച് പഠിക്കാൻ നമ്മൾ കൂടുതലായിട്ട്, അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിന്റെ ഇലക്ട്രിക് കണ്ടക്ഷനെ കുറിച്ച് പഠിക്കാൻ, ഒരു മെറ്റീരിയലിനകത്ത് നമ്മൾ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എങ്ങനെ കറണ്ട് പോകുമെന്നുള്ള പ്രോപ്പർട്ടിയെ കുറിച്ച് പഠിക്കാൻ നമ്മൾ ഏത് ടേമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്? റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നല്ലത്. ഒരുപക്ഷെ നിങ്ങൾ സ്കൂളിൽ ലാബിൽ എക്സ്പെരിമെന്റ് ചെയ്യുമ്പം നിങ്ങൾ ഓംസ് ലോയുടെ വേരിഫിക്കേഷൻ എക്സ്പെരിമെന്റ് ചെയ്യാറുണ്ട്. അതായത് നമ്മൾ പറഞ്ഞതുപോലെ വോൾട്ടേജും കറണ്ടും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണോ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നു ഓംസ് ലോ ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു കറണ്ട് എന്നാണ്. അപ്പൊ അത് നമ്മൾ പലപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അത് ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ഫൈനലി ഒരു പക്ഷെ കണ്ടുപിടിക്കാൻ പോകുന്നത് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നുണ്ട് ഒബ്വിയസ്ലി, പക്ഷെ അതിന്റെ കൂടെ റെസിസ്റ്റിവിറ്റി കൂടി കണ്ടുപിടിക്കാറുണ്ട്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ എടുത്ത മെറ്റീരിയലിനെ കുറിച്ചുള്ള പ്രോപ്പർ അനാലിസിസ് എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതാണ് അതിന്റെ കാര്യം. ഇനി റെസിസ്റ്റിവിറ്റി പഠിച്ചത് കൊണ്ട് ഞാൻ അതിനോട് അസോസിയേറ്റ് ചെയ്ത് മറ്റൊരു ടേമും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആ ടേമാണ് സ്പെസിഫിക് കണ്ടക്ടൻസ്. അതായത് സ്പെസിഫിക് റെസിസ്റ്റൻസ് പറയുമ്പോൾ നമ്മൾ സ്പെസിഫിക് കണ്ടക്ടൻസ് കൂടി ഓർക്കണം. സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ദ റെസിപ്രോക്കൽ ഓഫ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. നമ്മളിപ്പോൾ പറഞ്ഞ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ടേമിനെയാണ് നമ്മൾ സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് വിളിക്കുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ എന്ന് പറയുന്ന പാരാമീറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി വായിച്ചു നോക്കുക. ദ റെസിപ്രോക്കൽ ഓഫ് ദി സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ ഓഫ് ദി റെസിസ്റ്റിവിറ്റി ഈസ് കോൾഡ് സ്പെസിഫിക് കണ്ടക്ടൻസ് ആൻഡ് ഈസ് റെപ്രസെന്റഡ് ബൈ സിഗ്മ. അങ്ങനെയാണ് നമുക്ക് നോക്കിയാൽ അറിയാം. സിഗ്മ ഈസ് ഈക്വൽ ടു 1/ρ ആണ്. നോക്കിയേ, 1 റെസിസ്റ്റിവിറ്റി. നമുക്കറിയാം റെസിസ്റ്റിവിറ്റിയെ നമ്മൾ പറഞ്ഞ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ടു കറന്റ് ഡെൻസിറ്റി എന്നുള്ളതായിരുന്നു. റോ ഈസ് ഈക്വൽ ടു E/J എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് നമുക്ക് സിഗ്മ ഈസ് ഈക്വൽ ടു ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ തിരിച്ചെഴുതിയാൽ മതി J/E എന്ന് നമുക്ക് എഴുതിയാൽ മതി. സോ സിഗ്മ ഈസ് ഈക്വൽ ടു J/E, അല്ലെങ്കിൽ E ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ J ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു E എന്നൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടുന്നു. J ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു E എന്നൊരു എക്സ്പ്രഷൻ കിട്ടുന്നു. അതായത് കറന്റ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു സ്പെസിഫിക് കണ്ടക്ടൻസ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് എന്നൊരു ഇക്വേഷനിലേക്കാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയായിരുന്നു? സ്പെസിഫിക് റെസിസ്റ്റൻസും സ്പെസിഫിക് കണ്ടക്ടൻസുമാണ് നമ്മൾ പഠിച്ചത്. ഇനി സ്പെസിഫിക് റെസിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന റെസിസ്റ്റിവിറ്റി എന്നുള്ള ടൈമാണ്. ആ റെസിസ്റ്റിവിറ്റി ഒരു മെറ്റീരിയലിന് ഒരു റെസിസ്റ്റിവിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് നിങ്ങൾ ആ ഇക്വേഷനകത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓം മീറ്റർ ആണ് അതിന്റെ യൂണിറ്റ് വരുന്നത്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്, റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ ആയിരിക്കും അതിന്റെ യൂണിറ്റ് വരുന്നത്. റെസിസ്റ്റൻസ് ഞാൻ പറഞ്ഞു, ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം? ആ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യാം, ആ മെറ്റീരിയലിന്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യാം, ആ മെറ്റീരിയലിന്റെ ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യാം. അതായത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറയണം, ഒരു മെറ്റീരിയലിന്റെ ഏത് പീസ് എടുക്കുന്നു ആ പീസിനനുസരിച്ചിരിക്കും അതിരിക്കുക. അതിന്റെ ലെങ്തിനെ അതിന്റെ ഏരിയ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ മെറ്റീരിയലിനെ മാത്രമായിരിക്കും. അതുകൊണ്ട് ഒരു മെറ്റീരിയലിന്റെ കണ്ടക്ടൻസ്, കണ്ടക്ടിവിറ്റിയെ കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് നമ്മൾ ഏത് ടേമിനെ ഡിപ്പെൻഡ് ചെയ്യണം? റെസിസ്റ്റിവിറ്റി എന്നുള്ള ടേമിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ റെസിസ്റ്റൻസ് പറഞ്ഞെങ്കിലും അതിന്റെ ഒപ്പോസിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ടേം കൂടി പറഞ്ഞത്. മറ്റൊരു ടേം കൂടി നമ്മൾ അവസാനം പറഞ്ഞു, ഏതായിരുന്നു? സ്പെസിഫിക് കണ്ടക്ടൻസ് എന്നുള്ള ടേം ആയിരുന്നു. സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റിയുടെ ഇൻവേഴ്സ് ആണ്. 1/ρ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് സ്പെസിഫിക് കണ്ടക്ടൻസ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അതായത് ഈ ഒരു സെഷൻ നമ്മൾ പഠിച്ചത് രണ്ട് ടേമുകളെ കുറിച്ചിട്ടായിരുന്നു, സ്പെസിഫിക് കണ്ടക്ടൻസും സ്പെസിഫിക് റെസിസ്റ്റൻസും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. തൊട്ടടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു.